ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഹണി വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്ക്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ പെട്ടിയപ്പാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തവയാണ്. ആ തവയിൽ നിറയെ ആട്ടപ്പൊടിയും അതിൽ തന്നെ നമുക്ക് അതേ അളവിൽ മൈദപ്പൊടി എടുക്കാം. ഗ്ലാസ്സോ കപ്പോ ഏതിലാണ് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അളവെടുക്കാവുന്നതാണ്. രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം എന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ ചാറ്റ് മസാല, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം കറിവേപ്പില അരിഞ്ഞത്, പിന്നെ കറുത്ത എള്ള്, പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കരിഞ്ജീരകം. ഇവയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മൈദയും ആട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നാം എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഞാൻ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, പിന്നെ കയ്യിൽ കുഴക്കുമ്പോൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുക, മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിൾ ടോപ്പിലേക്ക് അല്പം മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം. എന്നാലേ ടേസ്റ്റ് ആവും. കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയി വരില്ല. നല്ല നൈസായിട്ട് വേണം നിങ്ങൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നൈസായി പരത്തിയെടുത്ത് 4 സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും തീർച്ചയായും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ പെട്ടിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.